ഹായ് മക്കളെ, അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോഴേ അമ്മ ഇന്നലെ ആശ്രമത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കുറേ ചെടികൾ, പെറ്റൂണിയ, നീലക്കൊടുവേൽ, പിന്നെ മുല്ല, എന്തോ അരിമുല്ല, പിന്നെ ഇത് ഒരു പൂ പിടിക്കുന്ന ചെടിയാണ് അത്, പിന്നെ നമ്മുടെ നീല കളർ മുളകുണ്ടല്ലോ അതും, പിന്നെ ഇതും കൂടെ നമുക്ക് എല്ലാം കൂടെ പാകിയിട്ടുണ്ട്. ഞാനിത് റോസാ കമ്പല്ല, ഒന്ന് വൃത്തിയാക്കണം. ഇതെല്ലാം കേട് വന്നതെല്ലാം പറിച്ച് കളഞ്ഞൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിന് ശേഷം അമ്മ ചായ കുടിക്കാം. ഓക്കെ, അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. മക്കളെ, ഞാൻ രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ മരുന്നൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പം അമ്മ രാത്രി നമ്മൾ ഷവായി വെച്ചിട്ടുണ്ട്, ദീപാവലി അല്ലേ. അപ്പം ദീപാവലി സ്പെഷ്യലായിട്ട് ഷവായി വെച്ചിട്ടുണ്ട്. ഷവായി, കുബൂസ്, സാലഡ്, മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഇത് കഴിച്ചിട്ട് കടന്നുറങ്ങുകയാണ്. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ മക്കൾക്കും ഹാപ്പി ദീപാവലി. ആയ് മക്കളെ, അപ്പോഴും അമ്മയ്ക്ക് ചെടിയുടെ പണിയൊക്കെ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുള്ള സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അമ്മ താണ്ടേ പാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാനിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കാം, വളരെ കുറച്ച്. കണ്ട, ഒരു സ്പൂണേ ഒഴിക്കുന്നോളെ നെയ്യ്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. ഉപ്പുമാവിന് ഇച്ചിരി കടുക് വേണം. കടുക് ഇട്ടില്ല പിന്നെ എന്തോ ഉപ്പുമാവ്. സ്വല്പം കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളതാണ്ടേ ഉഴുന്ന് പരിപ്പ്, പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി, ക്യാരറ്റ് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കടുക് താണ്ടേ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഉഴുന്നൂറ് ഇട്ട് കൊടുക്കാം. കടുക് ഉഴുന്നൂറ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ, ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ക്യാരറ്റും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകരുതേ. കട്ടൻ ചായ വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ഉപ്പുമാവിലൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് മുതൽ നമുക്ക് ക്യാരറ്റും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്താ അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ആദ്യം കുറച്ച് ഉപ്പിടാം. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. മതി. ഞാൻ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇനി വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് വെള്ളമിടാം. ഒന്ന് തിളക്കി ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, സ്വല്പം ഉപ്പ് ഇടും. നമ്മളിപ്പോഴത്തെ അടപ്പില്ലേ വേണ്ടേ കട്ടൻ ചായക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഉപ്പല്ല ഉണ്ട്. അപ്പം ഇതിന് തിളച്ചിട്ടമ്മ കാണിക്കാം. ഉപ്പുമാവിനുള്ള ഈ വെള്ളത്തിലോട്ട് നമ്മളൊരു ഏലക്ക മണത്തിനുള്ള പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പം നല്ല മണം കിട്ടും. ഇത് നമുക്ക് വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റവ തീ കുറച്ച് വെച്ചിട്ട് റവ കുറേ ചേർത്ത് കൊടുക്കാം. കണ്ടോ, റവ വറുത്ത റവയാണ്, അതുകൊണ്ട് നമ്മൾ വറുക്കാൻ വരുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. 5 മിനിറ്റൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളത് ഇളക്കാവും. ഇനി നമുക്ക് ഇളക്കി നോക്കാം. 5 മിനിറ്റ് നമ്മളങ്ങനെ വെക്കുമ്പോഴേ ആ റവ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവും കേട്ടോ. എല്ലാവരുടെയും വീടുകളിൽ രാവിലെ എന്തൊക്കെയാണ് കാപ്പി? സാമ്പാർ, ദോശ, അപ്പം, പുട്ട്.
നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം നമുക്ക് കിണ്ടി കൊടുക്കാം. കിണ്ടി ചെറുതായിട്ടൊന്ന് തീ വെച്ച് കിണ്ടിയിട്ട് പിന്നെ തീ കുറച്ച് കിണ്ടിയെടുക്കാം. തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ഇതിലോട്ടിടാം. അമ്മ ഇപ്പം തേങ്ങ ഇടുന്നില്ല. തേങ്ങ വേണമെങ്കിൽ ഉപ്പുമാവിലൊക്കെ നമുക്ക് തേങ്ങയൊക്കെ ഇടാം. ചെറിയ തീയിൽ വെച്ചിട്ട് ആദ്യം ഇച്ചിരി വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉടയ്ക്കണം. ഉടച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ച് കിണ്ടിയെടുക്കാം. എനിക്ക് ഉപ്പുമാവിന് ഏറ്റവും ഇഷ്ടം ഗോതമ്പ് ഉപ്പുമാവാണ്. പിന്നെ മഞ്ഞപ്പൊടി ഇടല്ല, മഞ്ഞപ്പൊടി വലിയ ഇഷ്ടമാണ്. പണ്ട് അംഗൻവാടിയിലൊക്കെ നമ്മൾ ചോളം ഉപ്പുമാവ് മേടിക്കാനായിട്ട് ചെറിയ ക്യൂ നിൽക്കുമായിരുന്നു. എൻ്റെയൊക്കെ കൊച്ചുനാളിൽ എന്തൊരു മണമെന്നറിയാമോ ആ ഉപ്പുമാവ് ആ അംഗൻവാടിയിലോട്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ. പണ്ടുള്ള അമ്മമാർക്കൊക്കെ അറിയാം എന്തോ ഒരു മണമാണ്. വീട്ടിലിരിക്കുന്ന പിള്ളേർ അംഗൻവാടി വിടുന്നത് തന്നെ ചോളം ഉപ്പുമാവ് തിന്നാണ്, മഞ്ഞപ്പൊടിയുടെ ചോളം ഉപ്പുമാവ് തിന്നാണ് പണ്ടുള്ളവർ വിടുന്നത്. പിള്ളേരുടെ ശരീരം കുറയും. വീട്ടിലേക്ക് കൊച്ചുകൾ തിന്നത്തില്ലല്ലോ, ആ ഉപ്പുമാവിടെ പരിട്ട് കൊടുത്തു വിടും. പിള്ളേർ വരുന്നത് കാത്ത് ഞങ്ങൾ ഇരിക്കും. എന്തിനത് ഉപ്പുമാവ് ഇല്ലാതെ ഇത് കഴിച്ച്. നല്ല ടേസ്റ്റ്, അതൊരു പ്രത്യേക ടേസ്റ്റാണ് അവിടെ അവർ അംഗൻവാടിയിൽ ഉണ്ടാക്കുന്നതിന്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. അവരുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോഴും നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. കണ്ട സൂപ്പർ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഉപ്പുമാവും കട്ടൻ ചായയും. അപ്പം അമ്മ കഴിക്കട്ടെ. ഇത് രണ്ടുമാണ് അമ്മയുടെ രാവിലത്തെ ആഹാരം. അപ്പം അമ്മ ഉപ്പുമാവും കട്ടൻ ചായയും കഴിക്കട്ടെ. ഓക്കെ. അപ്പോഴേ എല്ലാ മക്കളും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അമ്മേന്ന് ചോറ് വെച്ചില്ല കേട്ടോ. അമ്മേന്ന് വെച്ചത് ഈ കഞ്ഞിയാണ്. അരിയും പയറും ഇട്ടുള്ള കഞ്ഞി. അതെ, സൂപ്പർ കഞ്ഞി. അപ്പോൾ ഇതാണ് അമ്മേന്ന് വെച്ചേക്കുന്നത്. അമ്മ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചോ? ചോറൊക്കെ കഴിച്ചോ? ഇത് ചോറ് വെച്ചില്ല. ഇന്നിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ ആളൊക്കെ വന്നു. ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ചോറ് വെച്ചില്ല. എല്ലാ ദിവസവും ചോറല്ലേ, ഒരു ദിവസം കഞ്ഞിയൊക്കെ കുടിച്ചോ. കണ്ട നെല്ലൂത്തരിയും പയറും വെച്ച സൂപ്പർ കഞ്ഞി. അപ്പം അമ്മ ഇത് കുടിക്കുകയാണ്. അടിപൊളി കഞ്ഞി. നമുക്ക് നെല്ലത്ത് വരെ ചൂട് കഞ്ഞി കുടിക്കാം. നെല്ല് കുത്തരിയുടെ കഞ്ഞി കുടിക്കട്ടെ. അപ്പോഴേ മഴയത്തെ അമ്മയ്ക്ക് കടലപ്പായസം കുടിക്കാൻ ഭയങ്കരമായ കൊതി. അപ്പോൾ അമ്മ ഇച്ചിരി കടലയും ഇച്ചിരി ചവോരിയും ഒക്കെ ഇട്ട് പായസം വെക്കുവാണ്. വേവിച്ച് അപ്പോൾ കടലയും ചവോരിയൊക്കെ ഇട്ട് വേവിച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച്. അപ്പോൾ അതൊന്നും വേവട്ടെ. വെള്ളപ്പം അമ്മക്ക് അതിനകത്ത് ഇടാൻ വേണ്ടി അണ്ടിപ്പരിപ്പും തേങ്ങയും ഇട്ടിട്ട് മുന്തിരിക്ക ഇടരുത് കടലപ്പായസത്തിന്. അപ്പോൾ നമ്മൾ പാൻ വെച്ച് ഇത് വറുക്കാനായിട്ട് നെയ്യ് ഒഴിക്കുവാണേ. അപ്പോൾ നമ്മൾ ആ കടലപ്പായസത്തിലിടുക. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കടലപ്പായസത്തിലല്ല, തേങ്ങ വറുക്കാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നെയ്ക്കകത്തോട്ട് നമുക്ക് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ട തേങ്ങ മൂത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കണ്ട തേങ്ങ മൂത്തിട്ട് അത് തേങ്ങാപ്പാൽ പായസത്തിന് ഒഴിക്കാനുള്ളേ. കുറച്ചമ്മ തേങ്ങാപ്പാൽ ഒഴിച്ചിടാം വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലും കൂടെ ഇതിനകത്ത് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ച് കുറുക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാൽ ഒഴിക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ തേങ്ങയൊക്കെ മൂക്കും. നമുക്ക് കടലപ്പായസത്തിലോട്ട് ഒന്നാം പാൽ ഇതാണ്ട് കണ്ട സാമ്പാറാണ്ട് ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ച് കണ്ട ഈ ഒന്നാം പാൽ
കടലയ്ക്കകത്ത് ഒന്നാം പാലിനകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. ഒന്നുകൂടെ ഒന്ന് പായസം കുറുകട്ടെ. അപ്പോൾ ഇതൊരു തേങ്ങയൊക്കെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഏലക്ക ഇട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ആ ഏലക്ക നമുക്ക് ഈ തേങ്ങയിലോട്ട് ഇടാം. അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പായസം. കടലപ്പായസം വെക്കാൻ എളുപ്പമല്ലേ, സൂപ്പറായിട്ട് വെക്കാം. എല്ലാ പായസവും വെക്കാവുന്നതേ ഉള്ളൂ നമുക്കല്ലേ. നമ്മൾ ഞാൻ ചെന്ന് നടക്കാത്ത അപ്പോൾ അത് തേങ്ങ മൂത്തിട്ടുണ്ട്. തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് നമ്മൾ കടലപ്പായസത്തിനകത്ത് ഇതിടത്തില്ല, മുന്തിരി ചേർത്തില്ല. കടലപ്പായസത്തിൽ മുന്തിരി ചേർത്ത് ആ ടേസ്റ്റ് വേറെയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കുറച്ച് ഉള്ളായിരുന്നു. അത് രണ്ടും കൂടെ നമുക്കിടാം. ഇതിനകത്തോട്ടങ്ങ് ഇടാം. കടലപ്പായസത്തിലോട്ടങ്ങ് ഇടാം. ഈ കടലപ്പായസം കണ്ട അതൊന്ന് കുറുകട്ടെ. അത് കുറുകിയിട്ട് നമ്മൾ അരക്കാം. അപ്പം നമ്മളെ കടലപ്പായസം കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട പായസം പാല് മൊത്തം ഒഴിച്ച് അമ്മ പാത്രമൊക്കെ മാറ്റിയതാണ്ട് കടലപ്പായസം കുറുകി വരുവാണ്. നമ്മളെ പായസം റെഡിയായി വരുവാണ്. കണ്ട സൂപ്പർ പായസം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ടേസ്റ്റ് കൂടി പഴമിട്ടി ഇവിടെ കുടിക്കും. നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതാണ്ടേ പഴവും കൂട്ടി കുടിക്കാം. അപ്പം അമ്മ കുറച്ച് പായസം ആദ്യം പഴവും കൂട്ടി കുടിക്കാം. കണ്ട സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കടലപ്പായസം. കുറച്ച് നമുക്ക് പഴവും കൂട്ടി കുടിക്കാം. കണ്ട അടിപൊളി കടലപ്പായസം. പപ്പടം കൂടെ വേണമായിരുന്നു, പക്ഷേ പപ്പടം ഇവിടെ ഇല്ല ഗായ്സ്. അപ്പോൾ നമുക്ക് പഴം കൂട്ടി അടിച്ചാൽ ഗായ്സ്. വാ അപ്പം നമ്മളെ പഴം അങ്ങോട്ട് എടുത്ത് നല്ല ചൂട് പായസമാണ്. കടലപ്പായസത്തിലോട്ട് ഇട്ടോട്ട് ഞെവിട്. ഈ മഴയത്തൊക്കെ ഉണ്ടല്ലോ മക്കളെ, ചൂട് കടലപ്പായസം കഴിക്കാറുണ്ടല്ലോ. പായസം ഏതാണെങ്കിലും മഴയത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അതാ വേണോ? അപ്പോൾ ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല, സൂപ്പർ. അപ്പം നമുക്ക് ഇച്ചിരി പപ്പടം ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പപ്പടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പായസത്തിൽ. അപ്പോഴേ വേണോ? വന്നാൽ തരാം. നല്ല അടിപൊളി കടലപ്പായസവും പഴവും. മക്കളെ അപ്പോഴേ എല്ലാവരും രാത്രി അത്താഴമൊക്കെ കഴിച്ചോ? അപ്പം അമ്മയൊന്ന് രാത്രി ആഹാരം കഴിക്കുന്നത് നേരത്തെ കടലപ്പായസത്തെ കുറിച്ച് വയറൊക്കെ നിറഞ്ഞ്. എന്നിട്ട് ഇപ്പം നമുക്ക് കരിപ്പൊട്ടി കാപ്പി ഇട്ടേ. അപ്പോൾ ഈ കരിപ്പൊട്ടി കാപ്പി കുടിച്ചിട്ട് ആവിയൊക്കെ പിടിച്ച് ഈ കരിപ്പൊട്ടി കാപ്പിയും കുടിച്ച് അമ്മ കിടക്കുകയാണ്. അപ്പം അമ്മ നാളെ മുതൽ അടിപൊളി വീഡിയോകളുമായിട്ട് വരാം. ഇപ്പം പനി ആയതുകൊണ്ടാണ് പിന്നെയുള്ള വീഡിയോ ഒക്കെ എടുത്തത്. നാളെ മുതൽ അമ്മ പനിയൊക്കെ കുറഞ്ഞ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാ മക്കൾക്കും രാത്രി ശുഭദിനം. അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.